തമിഴ്നാട് മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയ MLA അറസ്റ്റിലായിരിക്കുന്നു. അതായത് ഈ ആധുനിക രാഷ്ട്രീയത്തിൽ അതിൻ്റെ മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുകയാണ്. സ്വന്തം മുഖ്യമന്ത്രിയെ ഒരു MLA ഭീഷണിപ്പെടുത്തുക, അതിൻ്റെ പേരിൽ ആ MLAയെ പോലീസ് അറസ്റ്റ് ചെയ്യുക, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരസഹിഷ്ണുതയുടെ രാഷ്ട്രീയം തന്നെയാണ്. പറഞ്ഞു വരുന്നത് തമിഴ്നാട്ടിലെ കാര്യം. പുതുതായി മുഖ്യമന്ത്രി കസേരയിലെത്തിയ വിജയ്ക്ക് തുടക്കം മുതൽ തന്നെ വെല്ലുവിളികളേറെയായിരുന്നു. തമിഴ്നാട് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകണമെങ്കിൽ അത് ചെറിയ ജോലിയല്ല. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയ DMK MLAയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വിലാതിക്കുളം MLA GV മാർക്കാണ്ഡേയനെയാണ് ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രിക്കെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ടുള്ള MLAയുടെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായതാണ്. അത് വലിയ രീതിയിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അതായത് തൂത്തുക്കുടിയിലെ കോവിൽപ്പട്ടിയിൽ നടന്ന ഒരു പൊതുയോഗത്തിലാണ് മാർക്കാണ്ഡേയൻ MLA ഈ വിവാദ പ്രസംഗം നടത്തിയത്. മാത്രമല്ല, വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കറുത്ത പൊട്ടാണ് കരൂർ ദുരന്തം എന്നുള്ളത്. ആ കരൂരിലെ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട് വളരെ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു ഈ MLA. അത് വിജയ്ക്ക് താങ്ങാനാകുന്നതിലും അപ്പുറത്താണ്. അത് കഴിഞ്ഞ് ഏറ്റവും വലിയ ഭീഷണി മറ്റൊന്ന്, നിയമസഭ ചേരുമ്പോൾ മുഖ്യമന്ത്രി വിജയ് വിവരമറിയുമെന്നാണ് ഒരു MLA പ്രസംഗിച്ചിരിക്കുന്നത്. അതോടെ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു. മുഖ്യമന്ത്രിക്കെതിരായ പ്രസ്താവന ഭീഷണി സ്വഭാവമുള്ളതാണ് എന്ന് വിലയിരുത്തിയ പോലീസ് കേസെടുക്കുകയും പിടിച്ച് അകത്തിടുകയും ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയതിന് അറസ്റ്റിലാകുന്ന രണ്ടാമത്തെ DMK MLA ആണ് മാർക്കാണ്ഡേയൻ. നേരത്തെ സമാനമായൊരു കേസിൽ മുൻ തമിഴ്നാട് മന്ത്രി കൂടിയായ ഇപ്പോഴത്തെ DMK MLA അനിത R രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തിരുന്നു. ജൂൺ 20-ാം തീയതി തൂത്തുക്കുടി ജില്ലയിലെ ആദൂരിൽ നടന്ന DMKയുടെ പൊതുയോഗത്തിലെ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു അയാളെയും അറസ്റ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും ശക്തരായ രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ അല്ലെങ്കിൽ ആ പാർട്ടികളുടെ പിന്മുറക്കാരോട്, അതായത് DMKയോടും AIDMKയോടും പടവെട്ടിക്കൊണ്ട് തന്നെയാണ് വെറുമൊരു സിനിമാ നടനായ വിജയ് തമിഴകം തന്നെ പിടിച്ചെടുത്തത്. അങ്ങനെയുള്ള ഒരാളെ വിരട്ടിക്കളയാമെന്നും ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടാമെന്നും വിചാരിച്ചാൽ അത് നടക്കില്ല എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ് ഈ MLAയുടെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഏതായാലും മറ്റുള്ളവർ എത്ര വലിയ കൊലകൊമ്പന്മാരായാലും താൻ കീഴടങ്ങില്ല എന്ന മുന്നറിയിപ്പാണ് MLAയുടെ അറസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും.